ഗസ മുനമ്പിനോട് ചേർന്ന് 3 ചതുരശ്ര മൈൽ വിസ്താരത്തിൽ ഒരു കൊച്ചു കൃത്രിമ ദ്വീപ്. ദ്വീപിൽ നിന്ന് 4 കിലോമീറ്റർ നീളത്തിൽ ഗസ സിറ്റിയിലേക്കൊരു പാലം. ഇതുവഴി എണ്ണവാതക ചരക്കു ഗതാഗതം. തൊട്ടു ചേർന്ന് തന്നെ ഒരു റെയിൽപാത. ദ്വീപിൽ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഉല്ലാസ നൗകകൾക്കും ചെറിയ ബോട്ടുകൾക്കും നങ്കൂരമിടാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത തുറമുഖം, സഞ്ചാരികൾക്ക് ഇറങ്ങാനായി വിമാനത്താവളം. ഏതെങ്കിലും ഫലസ്തീനി കണ്ട സ്വപ്നമല്ല ഇപ്പറഞ്ഞതെല്ലാം. 1.5 പതിറ്റാണ്ട് മുൻപ് ഇസ്രായേൽ ഭരണകൂടം അംഗീകാരം നൽകിയ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റിൻ്റെ വിശദാംശങ്ങളാണിതെല്ലാം. ബെഞ്ചമിൻ നെതന്യാഹു അംഗീകാരം നൽകിയ പദ്ധതിയെക്കുറിച്ച് ആദ്യമായി വെളിപ്പെടുത്തിയത് അന്ന് ഗതാഗത മന്ത്രിയായിരുന്ന ഇസ്രായേൽ കാറ്റ്സ് ആണ്. 2011 മാർച്ചിലായിരുന്നു ഇത്. $10 ബില്യൺ, ഏകദേശം 87,555 കോടി രൂപ എസ്റ്റിമേറ്റിൽ 10 വർഷത്തിനകം പദ്ധതി പൂർത്തിയാക്കാനായിരുന്നു പ്ലാൻ. 1 ലക്ഷത്തോളം പേർക്ക് തൊഴിലവസരം തുറക്കുമെന്ന് വാഗ്ദാനവും ഉണ്ടായി. ദ്വീപ് ചുരുങ്ങിയത് 100 വർഷത്തേക്കെങ്കിലും ഒരു അന്താരാഷ്ട്ര സമിതിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഉണ്ടാവുക. ഇസ്രായേൽ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയിൽ നിരവധി സംരംഭകരും നിക്ഷേപകരും താൽപ്പര്യമറിയിക്കുകയും നിക്ഷേപത്തിന് സന്നദ്ധത അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഗസയിൽ ഫലസ്തീനികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് ഗതാഗത മന്ത്രാലയം അന്ന് വ്യക്തമാക്കിയത്. അന്ന് ഫലസ്തീനി നേതാക്കളും അന്താരാഷ്ട്ര വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരും ഭ്രാന്തെന്നും മനോരാജ്യമെന്നും ആക്ഷേപിച്ചു തള്ളിയ പദ്ധതിയാണിത്. അതേ നെതന്യാഹു കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിലെത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടു. പിന്നാലെ ട്രംപ് നടത്തിയ പ്രഖ്യാപനം ആഗോളതലത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഗസ അമേരിക്ക ഏറ്റെടുത്ത് ഫലസ്തീനികളെ മുഴുവൻ ഒഴിപ്പിക്കുമെന്നാണ് ആ പ്രഖ്യാപനം. ഫ്ലോറിഡയിലെ ടൂറിസം അട്രാക്ഷനുകളിലൊന്നായ ബീച്ചുമായി താരതമ്യപ്പെടുത്തി പശ്ചിമേഷ്യയുടെ റിവേറയാക്കി ഗസയെ മാറ്റുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. മരണത്തിൻ്റെയും വിനാശത്തിൻ്റെയും പ്രതീകമാണ് ഗസ. ഏറെക്കാലമായി ഗസയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. മേഖലയിലെ പല നേതാക്കളുമായും ഞാൻ സംസാരിച്ചു. അമേരിക്ക ഗസ മുനമ്പ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. എല്ലാവർക്കും അത്തരമൊരു ആശയം ഇഷ്ടമായിട്ടുണ്ട്. ദീർഘകാലത്തേക്ക് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഒന്നാകെ സമാധാനവും സുസ്ഥിരതയും കൊണ്ടുവരികയാണ് ലക്ഷ്യം. ഇങ്ങനെ പോകുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ. അധികാരമേറ്റ ദിവസവും ട്രംപ് ഗസയുടെ ഭൂപ്രദേശത്തെ അസാധാരണമായ രീതിയിൽ പ്രശംസിച്ചിരുന്നു. വിസ്മയിപ്പിക്കുന്നൊരു സ്ഥലമാണ് ഗസയെന്നും സമുദ്രത്തിനു മുകളിൽ മികച്ച കാലാവസ്ഥയുള്ള ആ പ്രദേശത്ത് മനോഹരവും അതിശയകരവുമായ പലതും ചെയ്യാൻ പറ്റുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നെതന്യാഹുവിനെ സാക്ഷി നിർത്തി ഗസ പുനർനിർമ്മാണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതും ട്രംപ് കടുത്ത പ്രഖ്യാപനങ്ങൾ നടത്തുന്നതും. പുതിയ ഗസയിൽ ആരാകും താമസക്കാരെന്ന ചോദ്യത്തിനും ട്രംപിന് കൃത്യമായ ഉത്തരമുണ്ട്. ലോകത്തെങ്ങുമുള്ള മനുഷ്യർ. ആ ഉത്തരത്തിൽ തന്നെ താൻ എന്താണോ ലക്ഷ്യമിടുന്നതെന്ന് പറയാതെ പറയുന്നുണ്ട് ട്രംപ്. ഗസ ഇനി ഫലസ്തീനികളുടേതല്ല. അവിടെ തൻ്റെ റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ നടപ്പാക്കാൻ പോവുകയാണെന്നാണ് ഒരു US പ്രസിഡന്റ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. പുനർനിർമ്മാണം പൂർത്തിയായി പശ്ചിമേഷ്യയുടെ റിവേറയായി മാറുന്ന ഗസ അമൂല്യവും അതിഗംഭീരവുമായ ഭൂപ്രദേശമായി മാറുമെന്നും പറയുന്നുണ്ട് ട്രംപ്. റിയൽ എസ്റ്റേറ്റ് ഭീമനായ ട്രംപ് ഗസയിൽ കാണുന്നത് ഫലസ്തീൻ ഇസ്രായേൽ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ പ്രതിസന്ധികളല്ല, മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹര ഭൂപ്രദേശത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് സാധ്യതകളാണ്. അദ്ദേഹത്തിൻ്റെ ട്രംപ് പ്ലാസ ഹോട്ടലിൻ്റെ മുൻ പ്രസിഡന്റ് ജാക്ക് ഡൊണാൽഡിന് അക്കാര്യത്തിൽ സംശയമില്ല. അയാളൊരു റിയൽ എസ്റ്റേറ്റുകാരനാണ്. അതുകൊണ്ട് തന്നെ വികസിപ്പിച്ചെടുക്കാൻ പറ്റിയ മികച്ച ഇടമാണെന്ന് ട്രംപ് പറയുന്നത് സ്വാഭാവികമാണെന്നാണ് ജാക്ക് പ്രതികരിച്ചത്. ട്രംപിൻ്റെ പരാമർശങ്ങൾക്ക് കൂടുതൽ വ്യക്തത നൽകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്. മേഖലയിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ഫലസ്തീനികൾക്ക് മെച്ചപ്പെട്ട ജീവിതം ലഭ്യമാക്കണം. മെച്ചപ്പെട്ട ജീവിതത്തിന് പക്ഷേ ഇപ്പോൾ അവരുള്ള സ്ഥലത്ത് തന്നെ കഴിയണമെന്നില്ലെന്നാണ് വിറ്റ്കോഫ് ചൂണ്ടിക്കാട്ടിയത്. മെച്ചപ്പെട്ട ജീവിതത്തിന് മികച്ച അവസരങ്ങളും സാമ്പത്തിക സ്ഥിതിയും തങ്ങളുടെയും കുടുംബത്തിൻ്റെയും ജീവിതത്തെക്കുറിച്ചുള്ള അഭിലാഷങ്ങളുമാണ് വേണ്ടത്. ഗസ മുനമ്പിൽ തന്നെ ടെൻറ്റ് കെട്ടിക്കഴിഞ്ഞാൽ അത് സാധ്യമാകില്ല. ചുറ്റും ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന സ്ഫോടക വസ്തുക്കളാണുള്ളത്. ഈ ജനങ്ങൾക്ക് മികച്ച സാഹചര്യം ഒരുക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്നത്തെ ഗസ താമസത്തിന് യോഗ്യമല്ല. ചുരുങ്ങിയത് ഒരു 10-15 വർഷത്തേക്കെങ്കിലും ഇതുതന്നെയാകും സ്ഥിതിയെന്നും വ്യക്തമാക്കുന്നുണ്ട് വിറ്റ്കോഫ്. വിറ്റ്കോഫ് ചില്ലറക്കാരനല്ല. അമേരിക്കയിലെ മുൻനിര റിയൽ എസ്റ്റേറ്റ് വ്യവസായിയും നിക്ഷേപകനുമാണ്. രാഷ്ട്രീയ ഭരണതലത്തിൽ ഒരു മുൻപരിചയവുമില്ലാത്തയാൾ. എന്നാൽ മാസങ്ങളായി പല ഉടക്കുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഗസ വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് അദ്ദേഹത്തിൻ്റെ ഇടപെടലിലായിരുന്നു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെ വിജയത്തിനു പിന്നാലെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ വേഗത്തിലാക്കാൻ ട്രംപ് അയച്ചത് നയതന്ത്ര പശ്ചാത്തലമൊന്നുമില്ലാത്ത വിറ്റ്കോഫിനെയായിരുന്നു. അങ്ങനെ ഒരാൾ എങ്ങനെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു, അവിടേക്കുള്ള ദൂതനായി അയക്കപ്പെടുന്നു എന്നതിലുണ്ട് ട്രംപിൻ്റെ ഭാവി പദ്ധതികളെക്കുറിച്ചുള്ള കൃത്യമായ സൂചന. പശ്ചിമേഷ്യയെക്കുറിച്ച് വലിയ പാണ്ഡിത്യമുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ അവർക്കൊന്നും വ്യക്തമായി സംസാരിക്കാനാകില്ലെന്നും വിറ്റ്കോഫ് മികച്ച മധ്യസ്ഥനാണെന്നുമായിരുന്നു ട്രംപ് കുറച്ചു മുൻപ് വിശേഷിപ്പിച്ചത്. ട്രംപിൻ്റെ പതിറ്റാണ്ടുകളായുള്ള ഉച്ച സുഹൃത്ത് കൂടിയാണ് സ്റ്റീവ് വിറ്റ്കോഫ്. വെടിനിർത്തൽ കരാറിനൊപ്പം ഗസ പുനർനിർമ്മാണ പദ്ധതികളും വിറ്റ്കോഫ് മുന്നോട്ട് വച്ചിരുന്നു. പുനർനിർമ്മാണം നടക്കുമ്പോൾ ഗസയിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ഇന്തോനേഷ്യയിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്നായിരുന്നു ആദ്യം അദ്ദേഹം വെളിപ്പെടുത്തിയത്. പരാമർശം വലിയ വിവാദമായി. ഇതിനുശേഷമാണ് ജോർദാനിനോടും ഈജിപ്തിനോടും ഫലസ്തീനികളെ ഏറ്റെടുക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇതിനിടെ ഗസ മുനമ്പിൽ നേരിട്ടെത്തുകയും ചെയ്യുന്നുണ്ട് വിറ്റ്കോഫ്.
2023 ഒക്ടോബർ 7 ശേഷം ഗസയിലെത്തുന്ന ആദ്യത്തെ അമേരിക്കൻ ഔദ്യോഗിക വൃത്തം. കൃത്യമായും ഗസയുടെ നേർക്കാഴ്ചകളും ഭാവി പദ്ധതികൾക്കുള്ള സാധ്യതകളും വിലയിരുത്തിയാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നതും. വിറ്റ്കോഫിന്റെ പുതിയ ഗസ പ്രൊജക്റ്റിനപ്പുറം മരുമകൻ ജാരഡ് കുഷ്ണർ വർഷങ്ങൾക്ക് മുൻപ് വരച്ചിട്ട പ്ലാനിലാണ് ട്രംപിന്റെ കണ്ണുള്ളത്. ഒന്നാം ഊഴത്തിൽ ട്രംപിന്റെ മുഖ്യ ഉപദേഷ്ടാവും പശ്ചിമേഷ്യൻ ദൂതനുമായിരുന്നു കുഷ്ണർ. പശ്ചിമേഷ്യയുടെ ശാശ്വത സമാധാനത്തിനായി ഒരു സമഗ്ര പദ്ധതി അവതരിപ്പിച്ചിരുന്നു അന്ന് അദ്ദേഹം. ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സമ്പന്നമായ ടൂറിസം സാധ്യതകളും അവസരങ്ങളും വിശദമായി വിവരിക്കുന്നുണ്ട് 2020 പുറത്തുവിട്ട ആ റിപ്പോർട്ടിൽ. മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഗസയിലെ 40 കിലോമീറ്ററോളം ദൂരമുള്ള തീരപ്രദേശം ഒരു ആധുനിക മെട്രോപൊളിറ്റൻ നഗരമാക്കി മാറ്റണമെന്നായിരുന്നു നിർദ്ദേശം. ബീച്ചിലേക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ നഗരം ബെയ്റൂത്ത്, ഹോങ്കോങ്, ലിസ്ബൺ, റിയോ ഡി ജനീറോ, സിംഗപ്പൂർ, തെല്ലവീവ് തുടങ്ങിയ നഗരങ്ങളെ മോഡലായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹാർവാർഡ് സർവകലാശാലയിൽ നടന്ന ഒരു ചടങ്ങിലും ഗസയിലെ വാട്ടർഫ്രണ്ട് പ്രോപ്പർട്ടിയുടെ റിയൽ എസ്റ്റേറ്റ് മൂല്യം എടുത്തു പറയുന്നുണ്ട് ജാരഡ് കുഷ്ണർ. ഇസ്രായേലിന്റെ കണ്ണിലൂടെ ആലോചിച്ചാൽ താൻ അവിടെയുള്ള മനുഷ്യരെയെല്ലാം പുറത്താക്കി ഗസ ശുദ്ധീകരിക്കുമെന്ന അവകാശവാദവും നടത്തുന്നുണ്ട്. ഗസയിലെ സിവിലിയന്മാരെ ദക്ഷിണ ഇസ്രായേലുള്ള നെഗേവ് മരുഭൂമിയിലേക്കോ ഈജിപ്തിലേക്കോ ഒക്കെ മാറ്റണമെന്ന നിർദ്ദേശവും അന്ന് മുന്നോട്ട് വച്ചിരുന്നു. കുഷ്ണറിന്റെ പ്ലാനിലേക്ക് വിറ്റ്കോഫിനെ ഇറക്കി പുതിയ പശ്ചിമേഷ്യൻ ബിസിനസ് പ്രൊജക്റ്റുമായാണ് ഇത്തവണ ട്രംപ് വരുന്നത്. ഭ്രാന്തമായ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ മാത്രമാണ് അയാൾക്ക് മുന്നിലുള്ളത്. അതിനു മുന്നിൽ ഫലസ്തീനും അവിടുത്തെ ജനതയും പറയുന്ന ചരിത്രവും രാഷ്ട്രീയവും പ്രസക്തമല്ല. പതിറ്റാണ്ടുകളായി അവർ നടത്തിവരുന്ന അതിജീവന പോരാട്ടങ്ങൾക്ക് ഇടമില്ല. സ്വന്തം മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, സ്വതന്ത്ര ഫലസ്തീന്റെ പുലരിക്കു വേണ്ടി ജീവൻ നൽകിയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തസാക്ഷിത്വത്തിന് ഒട്ടുമേ പ്രസക്തിയില്ല. അപ്രവചനീയമായ ട്രംപും അയാളുടെ ഭ്രാന്തൻ സംഘവും ഗസയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.